ബാക്ക് ടു മൈ ചാനൽ ഡോക്ടർ ലവൈറ്റി. അപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് IPL കൊളാബ് ചെയ്തിട്ട് ഒരു കൊളാബ് വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. യെസ് ഗൈസ്, നമ്മുടെ തല കൊളാബറേഷൻ എന്നാണ് വരുന്നത്. ആ ഒരു VPL എന്ന് പറഞ്ഞാൽ IPL കൊളാബ് ചെയ്തിട്ടുള്ള അത് എന്നാണ് വരുന്നത്. നമുക്ക് ആ ഡേറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഫ്രീ റിവാർഡ്സ് ആണ് കൊടുക്കുന്നത്. അതുകൂടെ നമ്മുടെ മിഡ് നൈറ്റ് ഏസ് എന്ന് പറഞ്ഞ ആ ഒരു ഇവന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു ഇവന്റിൽ എന്തൊക്കെ അടുത്തടുത്ത ഇവന്റ്സ് ആണ് അതിൽ തന്നെ വരാൻ പോകുന്നത്, എന്തൊക്കെ ഫ്രീ റിവാർഡ്സ് ആണ് കിട്ടാൻ പോകുന്നത്, അതുകൂടാതെ നമ്മുടെ സർപ്രൈസ് സർട്ടിഫിക്കറ്റ് ഷോപ്പ് വരുന്നുണ്ട് കേട്ടോ. അതിനെപ്പറ്റി നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതിന് വീഡിയോക്കൊന്ന് ലൈക്ക് അടിച്ച് വെച്ചേട്ടോ. അതിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്. സോ ഗൈസ്, ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മിഡ് നൈറ്റ് ഏസ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇന്നൊരു ഫിസ്റ്റിൻ്റെ സ്കിന്ന് വന്നിട്ടുണ്ടാവും. അത് കൂടാതെ 3 ഇവന്റ്സ് ആണ് ഇതിൽ തന്നെ വരാൻ പോകുന്നത് കേട്ടോ. അതൊക്കെ ഏതൊക്കെയാണ് ഞാൻ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഇവന്റ്സ് 3 ഇഷ്ടപ്പെടും കേട്ടോ. ഫസ്റ്റത്തെ ഇവന്റ് ഏത് നോക്കുകയാണെങ്കിൽ ഇമോട്ട് റോയിലാണ്. കുറേ നാളെ നമ്മുടെ ഗെയിമിലോട്ട് ഇമോട്ട് റോയിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ ഒരു ഇമോട്ട് റോയിൽ പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മുടെ ട്രോൺ ഇമോട്ട് ഉണ്ടല്ലോ, ആ ഒരു ഇമോട്ടും ഈ ഒരു ഇമോട്ട് റോയിൽ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇവന്റ് വരാൻ പോകുന്നത് നമ്മുടെ മിഡ് നൈറ്റ് ഏസിനെ സംബന്ധിച്ചിട്ടായിരിക്കും. അതിനകത്ത് മെയിനായിട്ട് വരുന്ന ഈ ഒരു ഇമോട്ടാണ് കേട്ടോ. ഈ ഒരു ഇമോട്ട് നമ്മുടെ മിഡ് നൈറ്റ് ഏസിനെ സംബന്ധിച്ചുള്ള ഇമോട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇപ്പോഴേക്ക് നമ്മുടെ ഗെയിം ഫയലിൽ മാത്രമേ ഇത് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ നോക്കുകയാണെങ്കിൽ ഏകദേശം 4 ഇമോട്ടായിട്ടാണ് വരുന്നത്. മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇമോട്ട് ഇത് മറ്റേ നമ്മുടെ മിഡ് നൈറ്റ് ഏസിൻ്റെ വഴി വരുന്നത്. രണ്ടാമത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രോൺ ഇമോട്ട് ഉണ്ടല്ലോ, അതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന കണക്ക് ഒരു ഇമോട്ട് വരുന്നുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ട്രോഫി പിടിച്ചുകൊണ്ടിരിക്കുന്ന കണക്ക് ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എസ് കേസ് ഈ ഒരു ഇവന്റും കാര്യങ്ങളൊക്കെ കൺഫേം ആണ്. ഡേറ്റും കാര്യങ്ങളൊന്നും ഫിക്സ് അല്ല, പക്ഷേ ഇത് കൺഫേം ആണ് കേട്ടോ. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്തോ നോക്കുകയാണെങ്കിൽ ഹൈപ്പർ ബുക്കിന്റെ അപ്ഡേറ്റ് ആണ്. ഈ വട്ടം നോ മോർ ടോക്കൺസ് കൊടുത്തിട്ടുണ്ട്. എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ലക്കി ലോറി മേടിക്കുന്നവർ പറയുന്നുണ്ട്. അത് കൂടാതെ നോക്കുകയാണെങ്കിൽ അൺലോക്ക് ദി ബുക്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സംഭവമൊക്കെ ലക്കി ലോറിന്ന് മേടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുമെന്നാണ് പറയുന്നത്, നമ്മുടെ ഹൈപ്പർ ബുക്ക്. ഗൈസ്, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എസ് കേസ് ഇന്നത്തെ കാണുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോരോ ഇവന്റ് വഴി അവർ തരും. നിങ്ങളത് പർച്ചേസ് ചെയ്യണം കേട്ടോ. ഡയമണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹൈപ്പർ ബുക്ക് അവർ ഫ്രീ ആയിട്ട് തരും. ഇതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് എന്തിനാണ് ഈ ഒരു ഹൈപ്പർ ബുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. ഗൈസ്, എനിവേ ഇതാണ് രണ്ടാമത്തെ ഇവന്റ്. മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ ഗൺ സ്കിന്നിന് വേണ്ടിയുള്ള ഇവന്റ് ആണ് കേട്ടോ. നമ്മുടെ കൊളാബ് ചെയ്തിട്ടുള്ള മറ്റേ ഈ മിഡ് നൈറ്റ് ഏസ് വഴി കൊളാബ് ചെയ്തിട്ടുള്ള ഫേമസ് എക്സും അതുപോലെ മാക്ടണിലാണ് റിംഗ് ഇവന്റിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഒരു കൊളാബറേഷൻ ഫേമസ് എക്സിന്റെ വകയുള്ള ഒരു റിംഗ് ഇവന്റ് ആണ് കേട്ടോ. ഗൈസ്, അടുത്തടുത്ത് വരാൻ പോകുന്നത് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് മിഡ് നൈറ്റ് ഏസ് വഴി വരാൻ പോകുന്ന ഇവന്റ്സ് ഇതൊക്കെയാണ് കേട്ടോ. ഇനി നമ്മുടെ പ്രധാനപ്പെട്ടായിട്ടുള്ള കാര്യം നമ്മുടെ തല ധോണിയുടെ ബണ്ടിൽ അതൊക്കെ IPL ആയിട്ടുള്ള കൊളാബറേഷൻ എന്നൊക്കെയായിരിക്കും വരുന്നത്, എന്നായിരിക്കും ഡേറ്റ് എന്നാണ് ഗൈസ്. യെസ് ഗൈസ്, ഈ ഒരു അപ്ഡേറ്റ് വരാൻ പോകുന്നത് വെച്ചാൽ OB49 അപ്ഡേറ്റിലായിരിക്കും കേട്ടോ ഈ ഒരു തല കൊളാബറേഷൻ വരാൻ പോകുന്നത്. പിന്നെ ധോണി ക്യാരക്ടർ വരുന്നുണ്ട് കേട്ടോ. ധോണിയുടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഇപ്പോഴേ അവർ ഗെയിമിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫയലിൽ. ഈ വട്ടം ആഡ് ചെയ്തു അടുത്ത അപ്ഡേറ്റിൽ വരാൻ വേണ്ടി തന്നെയാണ് ഗൈസ്. അത് കൂടെ നമ്മുടെ 49 അപ്ഡേറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ മെയിനായിട്ട് വരാൻ പോകുന്ന കൊളാബറേഷൻസ് വെച്ചാൽ ഇതായിരിക്കും. ആ ഒരു അനിമി അതൊക്കെ സ്ക്വിഡ് ഗെയിം അതൊക്കെ തല കൊളാബറേഷൻ ഉണ്ടോ. അപ്പോൾ ഇതിലാണ് നമ്മുടെ തല കൊളാബറേഷൻ ആയിരിക്കും ഫസ്റ്റ് തന്നെ വരുന്നത്. കാരണം എന്താ വെച്ചാൽ IPL കൊളാബ് ചെയ്ത് IPL സംബന്ധിച്ച് വരുന്ന ഇവന്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ IPL കഴിയാറായി അടുത്ത മാസം കഴിയും. എസ് ഗൈസ്, അടുത്ത മാറ്റമാണ് ഈ ഒരു OB49 അപ്ഡേറ്റ് വരുന്നത്. ഫസ്റ്റ് തന്നെ നമ്മുടെ തല കൊളാബറേഷൻ ആയിരിക്കും കേട്ടോ അപ്പോൾ വരുന്നത്. അതിൽ തന്നെ തല ഹെലികോപ്റ്റർ ഷോട്ട്, ബൈക്കിന്റെ സ്കിന്ന്, ബാഗിന്റെ സ്കിന്ന്, ബാറ്റിന്റെ സ്കിന്ന്, ഗ്ലൂവിന്റെ സ്കിന്ന്, അങ്ങനെ അവതാർ ബാനർ കുറേ സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫ്രീ ഫയറിലോട്ട് തന്നെ. ഇതിനകത്തെല്ലാം മെയിനായിട്ട് വരുന്നത് വെച്ചാൽ ധോണിയുടെ ഒരു ബണ്ടിലുണ്ട് കേട്ടോ. ധോണിയുടെ മെയിനായിട്ട് ഒരു ക്യാരക്ടർ വരുന്നത്, ബണ്ടിൽ ഒരു ക്യാരക്ടർ വരുന്നത് കേട്ടോ. ഈ ഒരു ക്യാരക്ടർ നമ്മുടെ അഡ്വാൻസർ വലിയ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനിയാണ് ആ ഒരു IPL കൊളാബറേഷൻ എന്നാണ് വരുന്നത്. IPL കൊളാബറേഷനിലെ BPL കൊളാബറേഷൻ എന്നാണ് അവർ വെച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ബോയ പ്രീമിയർ ലീഗ്. എസ് ഗൈസ്, നമ്മുടെ ഒരു മെയ് 12 തൊട്ട് 25 വരെ ആയിരിക്കും ഈ ഒരു BPL കൊളാബറേഷൻ നടക്കാൻ പോകുന്നത് കേട്ടോ. എന്തൊക്കെ റിവാർഡ്സ് ആണ് വരാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ആ ഒരു IPL കൊളാബറേഷൻ ഉള്ളൂ. അതിനകത്ത് വരാൻ പോകുന്ന ബണ്ടിൽ എസ് ഗൈസ് തല മാത്രമേ ഉള്ളൂ IPL ഒരു ഹെൽമെറ്റ് ആണെങ്കിൽ ഇരിക്കുന്നത്. ബാക്കിയെല്ലാം വേറെ എന്തോ രീതിയാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൂടാതെ നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലൂവിൻ്റെ സ്കിൻ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഗ്ലൂവിൻ്റെ സ്കിൻ എന്ന് വെച്ചാൽ വേറെ ലെവലായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ധോണി ബാറ്റ് ചെയ്യുന്നതാണ് അവർ ചെയ്തേക്കുന്നത്. നോക്കുകയാണെങ്കിൽ ആ ഒരു ബോൾ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് തള്ളിയിരിക്കുന്നതാണ് കാണാൻ ആ ഒരു ഗ്ലൂവും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടില്ല കേട്ടോ. ഗൈസ്, അത് കൂടാതെ ഒരു ഓറഞ്ച് ക്യാപ്പ് പർപ്പിൾ ക്യാപ്പ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഗെയിമിൽ മറ്റേ IPL, അതുകൊണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അത് കൂടാതെ നോക്കുകയാണെങ്കിൽ ഇമോട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജഡേജയും ഹാർദിക് പാണ്ഡ്യ ഉണ്ടല്ലോ അതിൻ്റെ കണക്കൊരു ഇതാണ് ഇമോട്ട് വരുന്നുണ്ട് കേട്ടോ. അത് കൂടാതെ കുറേ ഇമോട്ട്സ് അതൊക്കെ കുറേ ഐറ്റംസ് തന്നെ ഈ ഒരു ഇവന്റിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ കൊടുത്തു കേട്ടോ. ഇതിൽ എന്തൊക്കെ റിവാർഡ്സ് ആക്കി ഫ്രീ ആയിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം കാണുക അറിയാൻ വേണ്ടി ഗൈസ്, എൻ്റെ അറിവിൽ ഇപ്പം ഈ ഒരു പർപ്പിൾ ക്യാപ്പ് ഓറഞ്ച് ക്യാപ്പ് മാത്രമേ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ. ജസ്റ്റ് അതിനെയും കാര്യങ്ങൾ കുറേ വരുന്നുണ്ട്. ജസ്റ്റ് ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ ഇത് മാത്രമേ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അടുത്തടുത്ത് എന്തൊക്കെ ഇവന്റ് വരുന്നത് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു മിസ്റ്ററി ഷോപ്പ് വരുന്നുണ്ടോ. ആ ഒരു BPL ബണ്ടിലുണ്ടല്ലോ, ആ ഒരു BPL ബണ്ടിലും BPL മറ്റേ ഇമോട്ട് ഉണ്ടല്ലോ, അതും തമ്മിലൊരു മിസ്റ്ററി ഷോപ്പ് വരുന്നത്. അത് കൂടാതെ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ടോപ്പ് ഇവന്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് BPL ഗ്ലൂ ആണ്. ആ ഒരു ഗ്ലൂ ആൻഡ് സ്കിൻ ഉള്ളൂ, അത് അതിനകത്തായിരിക്കും വരുന്നത്. ഗൈസ്, ഈ ഒരു ഗ്ലൂ ആൻഡ് ടോപ്പ് പോയിന്റ് അല്ലാതെ ഒരു ബണ്ടിലും കൂടി വരുന്നുണ്ട്. ആ ഒരു ബണ്ടിൽ ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ലെന്നാണ് കേട്ടോ പറയുന്നത്. കൺഫേം ആയിട്ടുണ്ട്. ഈ ഒരു 2 ഇവന്റും ഇതുവരെ കൺഫേം ആണ് കേട്ടോ. ഗൈസ്, എനിവേ ഈ IPL കൊളാബറേഷൻ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോക്കൊന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.